ആ മോളെ, ഞാൻ വിളിച്ചതേ ഞങ്ങൾക്കൊരു 100 പേരുടെ സദ്യ വേണമായിരുന്നു. എവിടേക്കാ? അതിവിടെ അടുത്ത് തന്നെയാ, പനംതിട്ട എന്ന് പറയും. പനംതിട്ട? ഞാനങ്ങനെ കേട്ടിട്ടില്ല. പനംതിട്ട കഴിഞ്ഞ ആഴ്ച അച്ഛൻ പോയ സ്ഥലമല്ലേ? ആ സുഖമില്ലാതെ കിടക്കുന്ന തിരുമേനിയെ കാണാൻ. ഓ ശരിയാ. അതെ, ഇതൊരു കല്യാണ ആവശ്യത്തിനുള്ള സദ്യ. നിങ്ങള് സാധനം കൊണ്ടുവന്നാൽ മാത്രം മതി. വിളമ്പലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ആൾക്കാരും ഉണ്ടാവും. ഓ ശരി. നിങ്ങളൊന്ന് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് തിരിച്ചു പോകാമായിരുന്നു. ഫംഗ്ഷൻ ഇനി 5 ദിവസമേ ഉള്ളൂ. ഓ ശരി സാർ, ഞങ്ങൾ വരാം. നമുക്ക് സംസാരിക്കാം. സാർ ലൊക്കേഷൻ ഒന്ന് അയക്കാമോ? അത് ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. നിങ്ങൾ അധികം ലേറ്റ് ആകണ്ട കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനുള്ളതാ. ഇല്ലില്ല, ഞങ്ങൾ ലേറ്റ് ആവില്ല. ഞങ്ങൾ വന്നോളാം. സാർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. ശരി. അതെ, ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 100 പേർക്കുള്ളതാ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് സാറേ, അവർ കൃത്യമായിട്ട് എത്തും. സാറേ, സദ്യയുടെ ഓർഡർ ആയതുകൊണ്ട് അവള് തനിച്ചായിരിക്കും വരുന്നത്. പറഞ്ഞു, എങ്ങനെയാ കൊല്ലേണ്ടത്? എങ്ങനെ ജീവനെടുത്താലാണ് നഷ്ടപ്പെട്ട അഭിമാനം സാറയ്ക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്? അവള് വരട്ടെ ചന്ദ്രശേഖർ. നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവളല്ലേ തീരുമാനിക്കുന്നത്. വരുണിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ എളുപ്പമാണ് രാധിക അങ്ങ് തീർക്കുന്നത്. പ്രിയപ്പെട്ടവള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുൺ ആ വേദനയും ചുമന്നുകൊണ്ട് നടക്കുന്നവനായിരിക്കും. വേറെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ സാറേ? വേറൊന്നും ചെയ്യണമെന്നില്ല. രാധികയുടെ മരണത്തിനപ്പുറം വരുണിന് വേറൊന്നിനും ശേഷിയുണ്ടാവില്ല. അവനെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഈ പ്ലാനിങ് ഒരിക്കലും ഒരു പരാജയമാവാൻ പാടില്ല. എങ്ങനെ പരാജയപ്പെടാനാ? ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായി സംഭവിക്കാനുള്ളൂ. രാധിക വരുമ്പോൾ ചിലപ്പോൾ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ജോലിക്കാരിയെ കൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സാരയില്ല, രാധികയ്ക്ക് മരണാനന്തര ലോകത്തും ഒരു കൂട്ടുകാരി ഉണ്ടാവട്ടെ, അല്ലേ? സാർ, പിന്നെ ഞാൻ അങ്ങോട്ട് താമ്പിക്കോ, ഞങ്ങൾ പുറകെത്താം. ശരി സാർ. എന്തു പറ്റി സാറ്? ഞാൻ അയാളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അയാൾ ശരിക്കും പാവമാണോ? ഒരിക്കലുമല്ല. പക്ഷേ പാവമായി അഭിനയിക്കാൻ അയാൾക്കറിയാം. പെട്ടെന്നൊന്നും ആരും പിടിക്കാത്ത രീതിയിൽ. ചിലപ്പോ ചതിക്കാനൊക്കെ തോന്നും ഇത്തരക്കാർക്ക്. അങ്ങനെ വന്ന തെരുവ് പട്ടികൾ തിന്നു തീർക്കണം ഇത്തരക്കാര്. സാറാ, ജയിലിൽ കിടന്നപ്പോ മനസ്സൊന്നുകൂടി ഉറച്ചു. സാറയുടെ ചിത്രങ്ങൾ ഇനി ശരിക്കും പേടിക്കണം.